ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യം പറഞ്ഞാ ഇപ്പൊ പോലും മാണിക്കുഞ്ഞ് അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ വയ്യ. പക്ഷേ തെളിവുകൾ അവഗണിക്കാൻ പറ്റില്ലല്ലോ. എന്താ സംഭവിച്ചതെന്ന് മാണിക്കുഞ്ഞിനോടൊന്ന് ചോദിക്കണമായിരുന്നു. ഓ, ഞാനിന്ന് പോകുന്നില്ല അമ്മച്ചി. അതെന്ത് പറ്റി? അല്ലെങ്കിൽ നേരം വിളിക്കുമ്പോ നീ തുടങ്ങുമല്ലോ നവീൻ സാറിന്റെ അടുത്ത് എത്തണോന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴെന്താ നവീൻ സാറിന് നിന്നെ വേണ്ടേ? ഞാൻ തിടുക്കം കാട്ടി പോകുമ്പോ അമ്മച്ചിയല്ലേ പറയാറ്, ഒരു മിനിറ്റ് പോലും അമ്മച്ചിയുടെ അടുത്തിരിക്കാൻ സമയമില്ലെന്ന്. അതുകൊണ്ടേ ഇന്നത്തെ ദിവസം ഞാൻ അമ്മച്ചിയുടെ അടുത്തിരിക്കാൻ തീരുമാനിച്ചതാ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ടാ? നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷം തന്നെയല്ലേ. പക്ഷെ എനിക്ക് നിന്നെ വിശ്വാസമൊന്നുമില്ല. കുറച്ചു കഴിയുമ്പോ ഷർട്ടും പാന്റും ഒക്കെ എടുത്തിട്ട് നീ ഒരൊറ്റ പോക്ക് അങ്ങ് പോകും. എനിക്ക് അറിഞ്ഞൂടെ നിന്നെ? എന്നാ ഞാൻ ഇന്ന് പോകുന്നില്ല. അമ്മച്ചി നോക്കൂ. അല്ല, അടുക്കളയിൽ നീ എന്നാ ഉണ്ടാക്കുന്നേ? എന്നും ഉച്ചയ്ക്ക് അമ്മച്ചി ആ പൊതിച്ചോറല്ലേ കഴിക്കുന്നത്. ഇന്നേ ഞാൻ ഉണ്ടാക്കി തരാം. വേണ്ടടാ, ആ പെണ്ണുങ്ങൾ കൊണ്ടുവരുന്ന പൊതിച്ചോറിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നല്ല, ഇനിയുള്ള എല്ലാ ദിവസവും ഞാൻ അമ്മച്ചിക്ക് വെച്ചിരാൻ പോകുന്നത്. അതെന്താ, നിന്റെ സാറ് നിന്നെ പുറത്താക്കിയോ? എന്റെ അമ്മച്ചി ഒന്ന് വെറുതെ ഇരുന്നേ, ഞാൻ ഇതൊന്ന് ചെയ്ത് തീർത്തോട്ടെ. ഞാൻ നിന്റെ സാറിനോട് വിളിച്ച് ചോദിക്കുവേ. ഞാൻ പറയാം സാറേ, താനൊന്നും പറയണോ? ഇറങ്ങിപ്പോ. എന്താടാ നിന്റെ ശബ്ദമൊന്നും കേൾക്കാത്തേ? ഓ, എനിക്ക് ഇവിടെ കിടന്ന് ചാടിത്തുള്ളി പണിയെടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഈ കുടുംബത്തിൽ എന്തൊരു ശാന്തതയാ. അല്ലെങ്കിൽ നേരം വെളുത്തു കഴിഞ്ഞാ രാമരാമെന്ന് കേൾക്കുന്ന പോലെ മാണിക്കുഞ്ഞെന്നുള്ള വിളിയായിരുന്നു. എന്നിട്ട് ഇതിലെ ചുണ്ടലി പായുന്ന പോലെ അവന്റെ ഒരു പാച്ചിലും. എല്ലാം ഒറ്റടിക്കങ്ങ് അവസാനിച്ചല്ലോ. അമ്മയുടെ ബുദ്ധി കൊള്ളാം, പക്ഷെ പിടിക്കപ്പെടാതെ നോക്കിക്കോണം. ഇതൊരു കാരണവശാലും പിടിക്കപ്പെടില്ലടി മോളെ. മാണിക്കുഞ്ഞിനി ഒരു കാരണവശാലും ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരികയില്ല. ഇനി നീ നോക്കിക്കോ, എന്തെങ്കിലും ഒരു കാര്യം ഇനി നമ്മൾ പ്ലാൻ ചെയ്താ എല്ലാം കൃത്യമായിട്ട് നടക്കും. കാരണം എന്താ, മാണിക്കുഞ്ഞിനെ പോലെ വളഞ്ഞു ചിന്തിക്കാനുള്ള ബുദ്ധി ഇവിടെ ഉള്ള ഒറ്റ എണ്ണത്തിനും ഇല്ല. അപ്പൊ പിന്നെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ചിറക് നഷ്ടപ്പെട്ടതുപോലെ നവീന്റെ നടത്തം. നഷ്ടപ്പെടട്ടെ, അതിനു വേണ്ടിട്ടാണല്ലോ വെട്ടിക്കളഞ്ഞത്. എന്നിട്ട് അവനോട് തത്തി കളിക്കട്ടെ. കിട്ടിയ അവസരം നോക്കി അത് ഉപയോഗിക്കാൻ നോക്കാം, അല്ലാതെ ചുമ്മാ പേടിക്കൊന്നുമല്ല വേണ്ടത്. ഇതിനു മുമ്പ് പല കാര്യങ്ങളും ചെയ്തു. അന്നൊക്കെ ദൈവത്തിന്റെ ഇടപെടൽ പോലെ പലതും സംഭവിച്ചു. അതുപോലെ ദേവദൂതന്റെ വേഷത്തില് വേറെ ആരെങ്കിലും വരുമോ ആവോ? അല്ല, സാധാരണ എന്നെ കാണുമ്പോ ആദ്യം ഓടിയെത്തുന്ന ഒരാളുണ്ടല്ലോ, മാണിക്കുഞ്ഞ്. മാണിക്കുഞ്ഞ് ഇവിടെ ഇല്ല, ഇനി ഉണ്ടാവൂല. അതെന്തുപറ്റി? ഓ, മാണിക്കുഞ്ഞിന് വേറെ എന്തേലും ജോലി ശരിയായോ? അയാൾ അങ്ങനെ നവീനെ വിട്ട് പോവാറില്ലല്ലോ. ഞാൻ പറഞ്ഞേച്ചതാ. എന്തിനാ?
അമ്മയുടെ അലമാരയിൽ നിന്ന് നഷ്ടപ്പെട്ട ആഭരണങ്ങള് എത്ര ആണ്ടുകളുടെ പഴക്കമുണ്ടെന്നാ കളരിക്കൽ തറവാട്ടിന്റെ പാരമ്പര്യം മുഴുവൻ അതിലായിരിക്കുന്നെന്ന അമ്മയുടെ വിശ്വാസം. ഹ, ആ ആഭരണങ്ങൾ കൊള്ളയടിച്ചവനെ അമ്മ വെറുതെ വിടുവോ? പതുക്കെ പതുക്കെ അമ്മയോട് സംസാരിച്ച് അവനെതിരെ ഒരു കേസ് കൊടുക്കണം. എനിക്കിത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഞാനും ആദ്യം വിശ്വസിച്ചില്ല. പക്ഷേ തെളിവുകൾ കണ്ടത് എല്ലാരും കൂടിയാ. പിന്നെ എങ്ങനെ? എന്തോ ഒരു പ്രശ്നമുണ്ട്. നവീന്റെ സ്ഥലം കയ്യേറിയ ആളുകൾ നവീനെ ആക്രമിക്കാൻ വന്നപ്പോ മാണിക്കുഞ്ഞിന്റെ പെരുമാറ്റം ഞാൻ കണ്ടതാ. സ്വന്തം ജീവൻ പോലെ അവഗണിച്ച് നവീനെ രക്ഷിക്കാൻ വേണ്ടി അയാൾ ചാടി വീണതാ. മാണിക്കുഞ്ഞിന്റെ ഓരോ വാക്കിലും നവീനോടുള്ള സ്നേഹവും കടപ്പാടും ഒക്കെയുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ചതിക്കാൻ പറ്റില്ല. മാണിക്കുഞ്ഞ് പോയതോടുകൂടി എൻ്റെ അവസ്ഥ കഷ്ടമായി. ഞാൻ എല്ലാത്തിനും അയാളെയായിരുന്നു ആശ്രയിച്ചത്. ഇപ്പോൾ പെട്ടെന്ന് കുറേ കുരുക്കുകൾ എൻ്റെ കഴുത്തിൽ വന്ന് വീണ പോലെ എനിക്ക് നല്ല വിഷമമുണ്ട്. മാണിക്കുഞ്ഞ് പോയിട്ട് നവീൻ പിന്നെ വിളിച്ചില്ലേ? ഇല്ല, അയാളെ ഞാൻ വീണ്ടും ചീത്ത പറയുന്നു പേടിച്ചിട്ടില്ല. അയാളുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് വിഷമമാണ്. അങ്ങനെയായിരുന്നു ഞങ്ങൾ. ഞാൻ ഉറക്കെ ചിരിക്കുന്നത് പോലും അയാൾ പറയുന്ന തമാശകൾ കേട്ടിട്ടാണ്. ഏറ്റവും നല്ലൊരു സുഹൃത്ത് അല്ല, ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കുന്നൊരു സഹോദരൻ, അതായിരുന്നു മാണിക്കുഞ്ഞെനിക്ക്. നവീൻ വാ, എനിക്ക് അച്ഛനോടും അമ്മയോടും ഒന്ന് സംസാരിക്കണം. നവീൻ, മാണിക്കുഞ്ഞിന്റെ സ്ഥാനം എന്താണെന്നറിയാൻ നവീന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി. ഗാതമോളെ, ഇതെപ്പോഴാ വന്നേ? ഇപ്പൊ വന്നുള്ളൂ. മോള് തനിച്ചേ ഉള്ളൂ. അതെ അച്ഛാ, നവീനൊന്ന് വരാൻ പറഞ്ഞു. ആള് നല്ല ടെൻഷനിലാണല്ലോ. അതെ, ആ മാണിക്കുഞ്ഞിന്റെ കാര്യത്തില് അതെന്താ ശരിക്കും സംഭവിച്ചേ? എന്താ പറയാ മോളെ, അത് വല്ലാത്തൊരു വിഷമമായി പോയി. സത്യം പറഞ്ഞാ ഇപ്പൊ പോലും മാണിക്കുഞ്ഞ് അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ വയ്യ. പക്ഷേ തെളിവുകൾ അവഗണിക്കാൻ പറ്റില്ലല്ലോ. എന്താ സംഭവിച്ചതെന്ന് മാണിക്കുഞ്ഞിനോടൊന്ന് ചോദിക്കണമായിരുന്നു. കൃഷ്ണ